സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ബാലഭാസ്കറിനെ ഇഷ്ടമില്ലാത്ത ഒരാൾ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ബാലഭാസ്കറിനെ സ്നേഹിച്ചത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പഴയ വീഡിയോകളൊക്കെ വൈറലായത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ്. കാരണം ബാലഭാസ്കർ ഇത്രയും വലിയൊരു ആളാണ് എന്ന് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണം നടന്നു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഊഹാപോഹങ്ങളും സംശയങ്ങളും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ചില ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സ്വർണ്ണക്കടത്തിൻ്റെ ഭാഗമാണ്, അദ്ദേഹത്തിന് സ്വർണ്ണക്കടത്തുമായിട്ട് എന്തോ ബന്ധമുണ്ട്, അതുപോലെ സ്വർണ്ണക്കടത്ത് മാഫിയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴേ അതൊക്കെ എല്ലാവരും മറന്നു. 5-6 വർഷം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു സംഭവമുണ്ട്. അതായത് ബാലഭാസ്കറിൻ്റെ ആ സമയത്ത് വണ്ടി ഓടിച്ച ഒരു ഡ്രൈവർ, അവനെന്ന് പറഞ്ഞാൽ കവർച്ച കേസ്, അതുപോലെ സ്വർണം പൊട്ടിക്കൽ, ഇങ്ങനെയുള്ള കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യുകയാണ്. ഈ അറസ്റ്റിന് ശേഷമാണ് അറിഞ്ഞത് ഇവനാണ് ബാലഭാസ്കറിൻ്റെ അന്നത്തെ ഡ്രൈവർ എന്ന്. അപ്പോഴാണ് എല്ലാവർക്കും വീണ്ടും ഒരു സംശയം തോന്നിയത്, ഇത്രയും വലിയൊരു ക്രിമിനല് എങ്ങനെയാണ് ബാലഭാസ്കറിൻ്റെ ഡ്രൈവറായത്? അതാണ് എല്ലാവരുടെയും സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇങ്ങനെയുള്ളൊരു ക്രിമിനൽ ബാലഭാസ്കറിൻ്റെ ഡ്രൈവർ ആകുമ്പോൾ നമുക്കെല്ലാവർക്കും ഊഹിക്കാനുള്ളതേ ഉള്ളൂ, അന്ന് ഇനി ബോധം മറിഞ്ഞപ്പോൾ ബാലഭാസ്കറിനെ വല്ല അടിയും കൊടുത്തിട്ട് കൊലപ്പെടുത്തിയതാണോ ഈ സിനിമയിലൊക്കെ നടക്കുന്നില്ലേ? ഇതിൽ സംശയിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ലക്ഷ്മി ഉണ്ടല്ലോ, ആര് ബാലഭാസ്കറിൻ്റെ ഭാര്യ, അവള് വായ തുറക്കില്ല. അവള് വായ തുറക്കത്തേയില്ല. അവളോട് എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, വായ തുറക്കുന്നു. പക്ഷെ അവൾ മിണ്ടത്തില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്? പിന്നീട് ബാലഭാസ്കറിൻ്റെ അമ്മയെ പറ്റിയിട്ട്, അച്ഛനെ പറ്റിയിട്ട്, അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവർക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഭയങ്കരമായി ക്രൂരതയോട് കൂടിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പെരുമാറിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകൾ വന്നപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു, എന്തൊരു ദുഷ്ടന്മാരാണോ ഈ അച്ഛനും അമ്മയും, എന്തൊരു ദുഷ്ടന്മാരാണോ. അപ്പോഴേ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു. ഇൻ്റർവ്യൂവിൽ ബാലഭാസ്കറിൻ്റെ അമ്മ സംസാരിക്കുന്നുണ്ട്, അച്ഛൻ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് അമ്മ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അച്ഛനും അമ്മയ്ക്കും കൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മക്കളാണ്. മൂത്ത ചേച്ചിയാണ്. ഈ ചേച്ചിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഒരു ഭിന്നശേഷിക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഈ മകനെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, ഈ മകൻ ഒരു തുണയാകണം ചേച്ചിക്ക്. കാരണം വേറെ കല്യാണം കഴിച്ചിട്ടൊന്നും വിടാനൊന്നും കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല. അതുകൊണ്ട് തന്നെ എന്തിനും ഏതിനും മകൻ മാത്രമേ ഉള്ളൂ തുണ എന്ന് കരുതിയിട്ട് മകനെ മറ്റൊരു സ്ഥലത്ത് പഠിപ്പിക്കാൻ വേണ്ടി വിടുകയാണ്. ഈ പഠിത്തം കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് മകൻ ഒരു ദിവസം അമ്മയോട് വന്ന് പറയുന്നത്, ഞാൻ കല്യാണം കഴിക്കുകയാണ്. അതായത് എൻ്റെ കൂടെ പഠിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കുകയാണ്. അമ്മ ചോദിച്ചു, അല്ല മോനെ നിനക്ക് ജോലിയുണ്ടാ? അവൾക്ക് ജോലിയുണ്ടാ? ഈ കല്യാണത്തിന് ശേഷം നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചു. അപ്പോഴൊക്കെ അവൻ പറയുന്നുണ്ട്, ഇല്ല അതൊന്നും ശരിയാവില്ല, എനിക്ക് എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം, ഇല്ലെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും കല്യാണം കഴിപ്പിച്ചു വിടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഒരേ കുഴപ്പമാക്കുകയും ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ്റെ സഹോദരനാണ് വിളിച്ചു പറയുന്നത്, ബാലു ഇതേപോലെ ആ പെൺകുട്ടിയെയും കൊണ്ട് വന്നിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, 2 ദിവസം അവിടെ താമസിപ്പിക്കൂ. അപ്പോഴും അമ്മ മിണ്ടാൻ പോയില്ല. അമ്മ പറഞ്ഞു ഇങ്ങോട്ട് വരികയോ വേണ്ട. കാരണം എന്താണ്? അമ്മ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭിന്നശേഷിക്കാരിയായ കുട്ടിയെ ശുശ്രൂഷിക്കണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ഒരുപാട് ചിലവുകളും കാര്യങ്ങളും ഉണ്ട്. ഹോസ്പിറ്റലിൽ തന്നെ നല്ലൊരു തുക വേണം. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ബാലുവിനെ ഞങ്ങൾക്കിവിടെ കയറ്റാൻ സാധ്യമല്ല. ഒന്നാമത്തെ തന്നെ ബാലുവിനെയും കൂടി ബാലുവിൻ്റെ ഭാര്യയും കൂടി പോറ്റാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഇവനൊരു വാടക വീടൊക്കെ റെഡിയാക്കി കൊടുത്തു. പിന്നീട് ഈ അച്ഛൻ തന്നെ എന്ന് പറഞ്ഞാൽ കുറേ പൈസകൾ മുടക്കിയിട്ട് ഇവന് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊടുത്തു. അങ്ങനെ ഇവന് മറ്റൊരു വാടക വീട്ടിലായിരുന്നു. അവിടെ നിന്നും ഇവൻ്റെ ഗ്രാഫ് അതായത് ഇവന് പാട്ടും ഈ മ്യൂസിക്കിൽ ഇവൻ ഉയരുകയാണ്. അതായത് ആദ്യം ഇവന് 10,000 രൂപ ശമ്പളം, 20,000 അങ്ങനെ ഒരു പ്രോഗ്രാമിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 5 ലക്ഷം രൂപ വരെ വാങ്ങിക്കുന്ന സ്ഥിതിയായി. അപ്പോൾ ആദ്യം ഇവനൊരു സാൻഡ്രോ കാറായിരുന്നു, പഴയൊരു സാൻഡ്രോ ആയിരുന്നു. അതിനുശേഷം ബെൻസ് വന്നു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വന്നു. അങ്ങനെ അവസാനം ബുക്ക് ചെയ്തത് എന്ന് പറഞ്ഞാൽ BMW-നാണ്. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ, അതുപോലെ അച്ഛന് സുഖമില്ല, അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ, ഇവരുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ വീടാണ്. അപ്പോൾ ആ വീട്ടിലേക്കാണെങ്കിൽ വാഹന സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു, വാഹന സൗകര്യമുള്ള ഒരു സ്ഥലത്തൊരു വീട് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ 90 ലക്ഷം രൂപ വരെ ഇവൻ ചില വീടുകൾക്ക് പറഞ്ഞിരുന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കൂട്ടുകാർ ഇത് അറിയുകയും ഈ കൂട്ടുകാരാണ് ഇത് മുടക്കിയത്. പിന്നീട് ഇതിനെ പറ്റിയിട്ടൊരു വിവരവുമില്ല. അപ്പോഴേക്കും അവൻ മരണവും സംഭവിച്ചു എന്നാണ് അമ്മ പറയുന്നത്.
അല്ലാതെ അമ്മ അതിൻ്റെ അകത്ത് ക്രൂരയോ ഒന്നുമല്ല. അതായത് ഇവനാണ് ശരിക്കും ക്രൂരത കാണിച്ചതെന്ന് ഞാൻ പറയുള്ളൂ. ഇത് ഒരു ചേച്ചി ഉണ്ടാകുമ്പോഴേ അവരെ സംരക്ഷിക്കാതെ ഭാര്യയുടെ കൂടെ പോയത് വളരെ തെറ്റാണ്. ഇനി അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ അമ്മയോട് പറയുക, അമ്മ എന്ത് കാര്യത്തിനും ഞാനുണ്ട്. അതെങ്ങനെയാണ്? ഇപ്പോഴീ സ്വന്തം അമ്മാവും മരിച്ചു, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സഹോദരി മരിച്ചു. ഈ ലക്ഷ്മി ഇതുവരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആലോചിച്ച് നോക്കണം, അവരുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കണം. ഏതായാലും തൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയാണ്, തൻ്റെ ഭർത്താവിൻ്റെ ഗുരുനാഥനാണ്. അമ്മാവെന്ന് നോക്കണ്ട, ഗുരുനാഥനാണ്. ഈ ഗുരുനാഥൻ മരിച്ചിട്ട് വരെ അങ്ങോട്ട് പോയി നോക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നന്ദികേട് തന്നെയാണ്. പിന്നെ അതുമാത്രവുമല്ല, ഈ ബാലുവിൻ്റെ അച്ഛൻ പറയുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഞാൻ 2-3 തവണ കാണാൻ പോയതാണ്, പക്ഷെ അവർ കാണാൻ കൂട്ടാക്കിയില്ല. എന്താ ഇവർ ചെയ്ത തെറ്റെന്താണ്? ഇവരുടെ മകനല്ലേ പോയിരിക്കുന്നത്. ഈ ലക്ഷ്മിയുടെ ഭർത്താവ്, ലക്ഷ്മിക്ക് വേറെ ഭർത്താവിനെ കിട്ടും, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ അച്ഛനും അമ്മക്കും വേറെ മകനെ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. ഈ മകൻ്റെ കയ്യിൽ എന്താണ് തെറ്റ്? ആരാണ് ഈ മകനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആക്കിയത്? അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിന്ന് ഈ മകനെ തെറ്റിച്ചത് ആരാണ് എന്നൊന്നും ആർക്കും അറിയില്ല. എനിക്കിതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കലാപവും മണിക്ക് സംഭവിച്ചില്ലേ, അതേ സംഭവം തന്നെയാണ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്. കലാമണി ഇതുപോലെ തന്നെയായിരുന്നു. സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് കലാമണി ജീവിച്ചത്. എല്ലാ കാര്യങ്ങളും സുഹൃത്തുക്കൾക്ക് വേണ്ടി എറിഞ്ഞു കൊടുത്തു, കുടുംബത്തെ വേണ്ട. അവസാനം കലാമണി ഇപ്പോഴും മരിച്ചപ്പോൾ ആരാണ് ചോദിക്കാനുള്ളത്? ഒരു നേരം ഒരു പുഷ്പം വെക്കാൻ ആരാണുള്ളത്? കുടുംബക്കാരിലേ ഉള്ളൂ. അന്നത്തെ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കൾ ഇന്ന് കലാമണിൻ്റെ വീട്ടിൽ കയറാറുണ്ടോ? കലാമണീൻ്റെ കുടുംബത്തെ പറ്റി അന്വേഷിക്കാറുണ്ടോ? ഒരാൾ പോലും അന്വേഷിക്കില്ല. അതുപോലെ തന്നെയാണ് ബാലഭാസ്കർ ഉള്ളപ്പോഴെന്ന് പറഞ്ഞാൽ അവന് ചുറ്റും എന്ന് പറഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കളും അതുപോലെ തന്നെ ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് ബാലഭാസ്കറിനെ പറ്റി കരയാനും ബാലഭാസ്കറിനെ പറ്റിയിട്ട് അന്വേഷിക്കാനും അവൻ്റെ ഈ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാനും ഈ അച്ഛനോ അമ്മയോ അല്ലാതെ സ്വന്തം ഭാര്യ പോലുമില്ല. അത് പലരും മനസ്സിലാക്കേണ്ടതാണ്. അച്ഛനും അമ്മയും തള്ളി പറഞ്ഞിട്ട് നിങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ, അതായത് എനിക്ക് വേണ്ട, ഇനി ആരും വേണ്ട, എൻ്റെ സ്നേഹനിധിയായ ഭാര്യ മതി എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ പോകുന്നുണ്ട്. അവർക്കെല്ലാം ഉള്ളൊരു പാഠം തന്നെയാണിത്. കാരണം നമുക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും, നമ്മൾ എത്രത്തോളം തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാലും, നമ്മൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലും, നമ്മുടെ പ്രശ്നത്തിൽ ഇടപെടാനും അതുപോലെ നമുക്ക് വേണ്ടി സംസാരിക്കാനും നമുക്ക് വേണ്ടി കരയാനും ഈ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഈ അച്ഛനെയും അമ്മയുമാണ് എല്ലാവരും ദുഷ്ടകൾ, അല്ലെങ്കിൽ ബാലുവിനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടവർ, ബാലുവിനെ പിന്നെ അവിടെ സ്നേഹിക്കാത്തവർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്രൂശിച്ചത്. ബാലു മരണപ്പെട്ട ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ഈ പാവം ടീച്ചറാ, ഇവരൊക്കെ ഒരു ടീച്ചറാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വിമർശിച്ചിരുന്നു. അതായത് അമ്മാതിരി ആൾക്കാരല്ലേ പറയുന്നത്. ഒരു തരത്തിലും ഈ സ്ത്രീ കാരണമാണ് ബാലു മരിച്ചത്. ബാലുവിനെ വീട്ടിൽ കയറ്റിയിട്ടില്ല, 22 വയസ്സെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാനായിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ട് ഇപ്പോഴാണ് കൃത്യമായിട്ട് ഈ സ്ത്രീ വന്നിട്ട്, ബാലുവിൻ്റെ അമ്മ വന്നിട്ട് സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത്. അതായത് ബാലുവിൻ്റെ ജീവിതം ഒരു പരാജയമായിരുന്നു. ഇത്രയും സാമ്പത്തികമായിട്ടുണ്ടാക്കി, അതുപോലെ സ്വത്തുക്കളുണ്ടാക്കി, വണ്ടിയുണ്ടാക്കി, മകളുണ്ട്, എന്നാലും ബാലുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പരാജയം തന്നെയായിരുന്നു. സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവവും ബാലുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അതെങ്ങനെയാണല്ലോ സമാധാനം ഉണ്ടാവുക? സ്വന്തം അമ്മയെയും അച്ഛനെയും തള്ളിപ്പറയുന്ന ഒരാൾ പോലും സമാധാനത്തിൽ ഇരുന്നിട്ടില്ല. ഒരാൾക്ക് പോലും സമാധാനം ഉണ്ടായിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്, നിങ്ങളെ ചുറ്റുവട്ടത്തിൽ ആൾക്കാരുണ്ട്, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. ചുറ്റുവട്ടത്തിലെ കുറേ ആൾക്കാരുണ്ട്, അച്ഛനും അമ്മയ്ക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്ന എത്ര പേര് നന്നായിട്ടുണ്ട്. അവരൊക്കെ ചിലപ്പോൾ താൽക്കാലികമായിട്ട് കുറേ ലക്ഷങ്ങൾ കയ്യിലുണ്ടാകും, ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ടാകും. പക്ഷേ ജീവിതത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ കുറേ നാൾ കഴിഞ്ഞാൽ അവർക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാകും അച്ഛനെയും അമ്മയും തള്ളിക്കളഞ്ഞിട്ടുള്ള ജീവിതം ഒരു ജീവിതമല്ല എന്ന്. ഏതായാലും ബാലഭാസ്കറിന് അതിൻ്റെ ഒരു ശിക്ഷ കിട്ടി. ഇനി ബാലഭാസ്കറിൻ്റെ ഭാര്യ മിണ്ടാത്തത് എന്തെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ട് കേട്ടോ. അതായത് താൻ വായ തുറന്നു കഴിഞ്ഞാൽ ബാലഭാസ്കറിന് നാണക്കേടാകുമോ എന്നുള്ളത് കൊണ്ടാണോ? ഈ ലക്ഷ്മിക്കെല്ലാം അറിയാമായിരിക്കാം. അതായത് ഒരു ക്രിമിനൽ തൻ്റെ വണ്ടി ഓടിക്കുമ്പോൾ, അല്ലെ തൻ്റെ വണ്ടിയിൽ ആ ക്രിമിനലിൻ്റെ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് അറിയാം അന്ന് രാത്രി എന്താണ് സംഭവിച്ചത്. ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിമിനൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചത് എന്നാണ് പറഞ്ഞത്. അവൻ പച്ച നുണയാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയാണ് പറഞ്ഞത് അല്ല ബാലഭാസ്കർ അല്ല, ഇവൻ തന്നെയാണ് ഓടിച്ചത് എന്ന് അവർ പറഞ്ഞു. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയ ഒരുത്തൻ അവനെ എന്തിനാണ് സംരക്ഷിക്കാൻ നിൽക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലത്തിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിടരുത്, ജയിലിൽ നിന്ന് വിടരുത്. കാരണം ഇനിയും എത്ര കവർച്ചകൾ അവൻ ചെയ്യുമെന്നറിയില്ല. അത്രമാത്രം കൊടും ക്രിമിനലാണ് ബാലഭാസ്കറിൻ്റെ വണ്ടി അന്ന് ഓടിച്ചത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് പോലും ഞെട്ടുകയാണ്. അതായത് അവനൊരു കോടാലി കൊണ്ട് ഒരു തലക്ക് അടിക്കാൻ വരെ മടിക്കാത്ത ഒരുത്തനാണ്.
അപ്പോൾ ഇനിയിപ്പോൾ ഈ ലക്ഷ്മി പിന്നെ അബോധാവസ്ഥയിൽ കിടന്നപ്പോൾ ഈ ബാലഭാസ്കരനെയും കുഞ്ഞിനെയും വല്ലതും ചെയ്തതാണോ എന്ന് പോലും നമ്മളിപ്പോഴും സംശയിക്കുകയാണ്. കാരണം അമ്മാതിരി തോന്നിയവാസമാണ് അന്നൊക്കെ നടന്നിരിക്കുന്നത്. എന്തൊക്കെയായാലും ഇവർക്ക് എന്തോ ഒരു പിന്നെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇവർക്ക് എന്തോ ഒരു ബന്ധമുണ്ട്, ആരോ ആയിട്ട് ഒരു ബന്ധമുണ്ട്. തീയില്ലാണ്ട് പുകയൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാം ഒരുപാട് ആൾക്കാരുടെ സഞ്ചരിക്കുന്നതാണ്, ഒരുപാട് ആൾക്കാർ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ പങ്കെടുക്കുന്നതാണ്. തീയില്ലാതെ പുകയുണ്ടാവില്ല. ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്. അതുപോലെ ബാലഭാസ്കറിന് ഇത്രയും സ്വത്തുക്കൾ എങ്ങനെ വന്നു? അദ്ദേഹം അധ്വാനിച്ചിട്ട് തന്നെയാണ്. അദ്ദേഹത്തിന് ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാകാം, ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കുന്നുണ്ടാകും. എന്നാലും എന്തെങ്കിലും കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടോ, അതുപോലെ ഭാര്യയുടെ കുടുംബക്കാർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാലേ പിന്നെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. ചില ആൾക്കാർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലക്ഷ്മി ഈ വീട്ടുകാരുമായി അകന്ന് ജീവിക്കുന്നത് ഇനി ഈ പിന്നെ ദമ്പടി ഉണ്ടല്ലോ, ഇതിൻ്റെ ഇൻഷുറും കാര്യങ്ങളിലുണ്ടല്ലോ, ഇതിന് ഇവർക്ക് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണോ എന്നുള്ള ഒരു സംശയം ചില ആൾക്കാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണ പരിധിയിൽ വരേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ. ചില ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്, അവരോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത്. നന്ദി, നമസ്കാരം.